Hi all, welcome to Learners Friendly. Today we are going to discuss the critical manifesto of the Victorian poet and critic Matthew Arnold, named The Study of Poetry. We know that വിക്ടോറിയൻ പീരീഡ് എന്ന് പറയുന്നത് വളരെയധികം ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റിൻ്റെയും അതുപോലെ തന്നെ സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരുപാട് വികസനങ്ങളുടെയും ഒക്കെ ഒരു ടൈമായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു റിലീജിയസ് ആയിട്ടുള്ള ഒരു ഫെയ്ത്ത് എന്നുള്ളത് ആൾക്കാർക്ക് കുറഞ്ഞു വരുന്ന ഒരു സമയമായിരുന്നു. അതുകൂടാതെ ഡാർവിൻ്റെ സിദ്ധാന്തങ്ങളും എല്ലാം വന്നതോട് കൂടിയിട്ട് റിലീജിയൻ എന്നുള്ള ഒരു സുപ്രീം അതോറിറ്റി അവിടെ ഷെയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടൈമായിരുന്നു. സോ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ് ആൻഡ് സയൻറ്റിഫിക് ഡെവലപ്മെൻറ്റ് റിസൾട്ടഡ് ജനറൽ അല്ലെങ്കിൽ ഗ്രാജുവൽ ഡിക്ലൈനിങ് religious beliefs and spirituality from the minds of the people, and this created a kind of agony among the people whether to believe in science or whether to believe in church or religion. അത്തരത്തിലുള്ള ഒരു ലോസ് ഓഫ് ഫെയ്ത്ത് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് അവിടെ വളരെ വലിയ തോതിൽ ആൾക്കാരുടെ ഉള്ളിൽ ഒരു ഡിലമ്മയായിട്ട് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഒരു ഭാഗത്ത് റിലീജിയൻ, മൊറാലിറ്റി, ദെയർ കോൺസെപ്റ്റ് ഓഫ് ട്രഡീഷൻ, ഇപ്പോൾ അങ്ങനെ ഉള്ള ഓൾഡ് ആയിട്ടുള്ള കുറേ ബിലീഫ്സ്, മറുഭാഗത്ത് സയൻസ്, അതിൻ്റെ റീസൺ, ഇൻഡസ്ട്രിയിലുള്ള വികസനങ്ങൾ, പിന്നെ അവർക്ക് കിട്ടിയ ന്യൂ ഓപ്പർച്യൂണിറ്റീസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ രണ്ട് ഭാഗത്ത് നിൽക്കുന്ന ഒരു ടൈമാണ് വിക്ടോറിയൻ ഇംഗ്ലണ്ട് എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. സോ ആ ഒരു ടൈമിൽ GK ചെസ്റ്റർട്ടൺ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു ടേമാണ് വിക്ടോറിയൻ കോംപ്രമൈസ് എന്ന് പറയുന്നത്. വിക്ടോറിയൻ കോംപ്രമൈസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ഇതൊരു ന്യൂട്രൽ സ്റ്റേറ്റ് ഓഫ് മൈൻഡാണ്, അല്ലെങ്കിൽ ഒരു ന്യൂട്രൽ സ്റ്റേറ്റ് ഓഫ് പീപ്പിൾ എന്ന് പറയാൻ പറ്റും. ഇൻ ഓർഡർ ടു അവോയ്ഡ് ദിസ് കൈൻഡ് ഓഫ് ഡിലമ ആൻഡ് ദി മെൻ്റൽ കോൺഫ്ലിക്റ്റ്, ഒരു ന്യൂട്രൽ സ്റ്റാൻഡ് സ്വീകരിക്കുക എന്നുള്ളൊരു സംഭവമാണ് ഇതിൽ വരുന്നത്. So in order to satisfy all those people who are suffering from this kind of conflicts or dilemma, certain writers like Matthew Arnold, Tennyson, they came forward and they kept a neutral stand. This is very important. They kept a very neutral stand. ഞാൻ മാത്യു അർണോൾഡിൻ്റെ തന്നെ ഡോവർ ബീച്ച് നമുക്ക് പ്രിസ്ക്രൈബ്ഡ് ആണ്. ഡോവർ ബീച്ചിലും ലോസ് ഓഫ് ഫെയ്ത്ത് എന്നുള്ളൊരു ഐഡിയ തന്നെയാണ് വരുന്നത്. ഒരു ന്യൂട്രൽ സ്റ്റാൻഡ് സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ അവർ ഒരിക്കലും അവരുടെ ആ ഒരു എന്താ പറയുക, ഒരു കൈൻഡ് ഓഫ് കമ്പാഷൻ കാണിക്കുന്നില്ല ഒരു സൈഡിലേക്കും. സയൻസിലേക്കും കാണിക്കുന്നില്ല, റിലീജിയനിലേക്കും കാണിക്കുന്നില്ല. രണ്ടിനെ ഇൻ ബിറ്റ്വീൻ നിന്നുകൊണ്ട് ഒരു ന്യൂട്രൽ സ്റ്റാൻഡ് എടുക്കലാണ് നമുക്ക് പറയാൻ പറ്റുന്നത് ഇവരുടെ ഒരു കോൺസെപ്റ്റായിട്ട്. സോ നമുക്ക് ഇതൊക്കെയാണ് ആ ഒരു പീരീഡിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. പിന്നീട് നമുക്കറിയാം ഈ ഒരു ക്രിട്ടിക്കൽ എസ്സേ ആണ് നമുക്ക് പഠിക്കാനുള്ള ദ സ്റ്റഡി ഓഫ് പോയട്രി എന്ന് പറയുന്നത്. ആൻഡ് ഇൻ എ വേ വി കുഡ് സേ ദാറ്റ് ദ സ്റ്റഡി ഓഫ് പോയട്രി ക്യാൻ ബി കൺസിഡേർഡ് ആസ് എൻ എക്സാമ്പിൾ ഓഫ് വിക്ടോറിയൻ കോംപ്രമൈസ്. അതെങ്ങനെയാണ് നിങ്ങൾക്ക് മനസ്സിലാവും, നമുക്ക് തുടർന്ന് കാണുമ്പോൾ മനസ്സിലാവും. അതിനു മുൻപ് വിക്ടോറിയൻ പീരീഡിലേക്ക് നമുക്കൊന്ന് നോക്കേണ്ടതുണ്ട്. വിക്ടോറിയൻ പീരീഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നിയോ ക്ലാസിസം കഴിഞ്ഞ് റൊമാൻറ്റിസിസം കഴിഞ്ഞിട്ടാണ് വിക്ടോറിയൻ പീരീഡ് വരുന്നത്. അപ്പോൾ നിയോ ക്ലാസിക്കൽ പീരീഡ് ഈസ് ദ ഏജ് ഓഫ് പോപ്പ് ആൻഡ് ഡ്രൈഡൻ ആൻഡ് ലോട്ട് ഓഫ് ദെൻ ദിസ് ഈസ് ദ ഏജ് വിത്ത് ലോട്ട് ഓഫ് റൂൾസ്, റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു ഒരുപാട് റൈറ്റേഴ്സിന്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വളരെ റിജിഡായിട്ടുള്ളൊരു ഒരു ഡെക്കോറം കീപ്പ് ചെയ്തിരുന്ന, ഒരു ഹൈ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്തിരുന്ന, സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾസ് കീപ്പ് ചെയ്തിരുന്ന ഒരു ടൈമായിരുന്നു നിയോ ക്ലാസിക്കൽ പീരീഡ് എന്ന് പറയുന്നത്. അതിൽ നിന്ന് റൊമാൻറ്റിസിസത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം ലിറിക്കൽ ബലാഡ്സോട് കൂടിയിട്ട് ഒരു എക്സ്പെരിമെൻ്റ് അവിടെ കൊണ്ട് വരികയാണ് ചെയ്തത് വേർഡ്സ്വർത്ത്. സോ അങ്ങനെയുള്ള ആ ഒരു ടൈമിലേക്ക് വന്നപ്പോഴത്തേക്കും ഒരു റൂൾസും ഇല്ലാണ്ട് പോയിട്രി എന്ന് പറയുന്നത് എന്താ പറയുക, റൂൾസും അല്ലെങ്കിൽ പോയറ്റിക് ഡിക്ഷനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്താൽ പോയിട്രി എന്ന് പറയുന്ന ഒരു ആർട്ടിഫിഷ്യൽ പ്രൊഡക്റ്റായിട്ട് മാറും എന്നുള്ളൊരു കോൺസെപ്റ്റോട് കൂടിയിട്ട് വേർഡ്സ്വർത്ത് വന്നു. അതോട് കൂടിയിട്ട് പോയട്രിക്ക് യാതൊരു റൂൾസോ യാതൊരു ഡെക്കോറമോ അങ്ങനെയൊന്നും ഇല്ലാണ്ടായി.
എന്തെഴുതിയാലും പോയിട്രി ആയി, ആർക്കും പോയം എഴുതാം എന്നുള്ളൊരു അവസ്ഥയിലേക്ക് റൊമാൻറ്റിസിസം ഇൻ എ വേ നമുക്ക് കൊണ്ടുപോയി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം അങ്ങനെയുള്ള ഒരു ടൈമിൽ ആർക്കും ഒരു കവിയാകാം എന്നുള്ള ഒരു ഐഡിയയിലേക്ക് വന്ന സമയത്ത് വിക്ടോറിയൻ പീരീഡിൽ അർണോൾഡിനെ പോലെയുള്ള റൈറ്റേഴ്സ് അവർ ആവശ്യപ്പെടുകയാണ്, ദർ ഷുഡ് ബി സം സ്റ്റാൻഡേർഡ്സ് ഫോർ റൈറ്റിംഗ് പോയിട്രി. അപ്പം അതെല്ലാമാണ് നമുക്ക് ദ സ്റ്റഡി ഓഫ് പോയിട്രി എന്ന് പറയുന്ന ഈ വർക്കിൽ കാണാൻ പറ്റുക. അപ്പോൾ പോയിട്രി എന്ന് പറയുന്നത് ആർക്കും എഴുതാൻ തീർക്കാൻ പറ്റുന്ന ഒരു സാധനമല്ല. പോയിട്രിക്ക് കുറേ സ്റ്റാൻഡേർഡ്സ് ഉണ്ട്, അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ്സ് വേണം, അല്ലെങ്കിൽ ഒരു ഇൻ എ വേ നമുക്ക് പറയാൻ സാധിക്കും നിയോ ക്ലാസിക്കൽ പീരീഡിലെ ആ ഒരു ഹൈ സ്റ്റാൻഡേർഡ്സ് നമുക്കിവിടെ കൊണ്ടുവരണം എന്നൊക്കെ ആവശ്യപ്പെടുന്നുണ്ട് ഈ എസ്സേയിൽ. അതൊക്കെ നമുക്ക് നോക്കാം. Coming to the author Matthew Arnold, നമുക്കറിയാം he is a sage poet. He is known as the father of modern criticism, and he can be called as the critic's critic. So why we are calling Matthew Arnold as a sage poet? അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ, a sage poet is a person who addresses the contemporary issues, especially contemporary social issues. Here, through his works, Matthew Arnold addresses the Victorian dilemma. His works reflects the society and culture. നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ കൾച്ചർ ആൻഡ് അനാർക്കി എന്ന് പറയുന്ന എസ്സേ ഉണ്ട്. ഇതിലെല്ലാം നമുക്ക് ആ ഒരു കോൺസെപ്റ്റ് കാണാൻ പറ്റും. So he is known as the father of modern criticism. Why he is called the father of modern criticism? It is from him we started to learn criticism as something that evaluates a work of art. Criticism എന്ന് പറയുന്നത് ഒരു വസ്തുവിനെ എന്താ പറയുക, അതിനെ ഇവാലുവേറ്റ് ചെയ്യലാണ്, അല്ലെങ്കിൽ ഒരു കൈൻഡ് ഓഫ് അതിൻ്റെ വാല്യൂ ജഡ്ജ്മെൻ്റ് ആണ് ക്രിറ്റിസിസം എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഇദ്ദേഹമാണ്. അതുകൊണ്ടാണ് ഇദ്ദേഹത്തെ ഫാദർ ഓഫ് മോഡേൺ ക്രിറ്റിസിസം എന്ന് വിളിക്കുന്നത്. Then he is known as the critic's critic. Through his writings, he is putting some rules for the critics to follow. അതായത് വിമർശനങ്ങൾ എങ്ങനെയായിരിക്കണം, അല്ലെങ്കിൽ വിമർശകർ എങ്ങനെയുള്ളവരായിരിക്കണം, അങ്ങനെയുള്ള ഒരുപാട് റൂൾസ് അദ്ദേഹം കൊണ്ടുവന്ന് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതായത് അതുകൊണ്ടാണ് അദ്ദേഹത്തെ നമ്മൾ ക്രിറ്റിക്സ് ക്രിറ്റിക് എന്ന് വിളിക്കാൻ കാരണം. സോ ഹി ഈസ് നോൺ ആസ് സേജ് പോയറ്റ്, ഫാദർ ഓഫ് മോഡേൺ ക്രിറ്റിസിസം ആൻഡ് ക്രിറ്റിക്സ് ക്രിറ്റിക്. He is a Victorian poet and critic, and he was born on 12th December 1822. Matthew Arnold was died on 4th March 1889. He deals with cultural, religious and educational issues also. Walt Whitman famously called him as literary dude. അർണോൾഡിനെ ഫാദർ ഓഫ് മോഡേൺ ക്രിറ്റിസിസം എന്ന് വിളിക്കാൻ പറ്റുന്നു. സോ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഹു ഈസ് ദ ഫാദർ ഓഫ് ഇംഗ്ലീഷ് ക്രിറ്റിസിസം? ആരാണ്? ഡ്രൈഡൻ ആണ് ഫാദർ ഓഫ് ഇംഗ്ലീഷ് ക്രിറ്റിസിസം. ഡോക്ടർ സാമുവൽ ജോൺസൺ ആണ് അദ്ദേഹത്തെ അങ്ങനെ വിളിച്ചിട്ടുള്ളത്. So coming back to Matthew Arnold, Matthew Arnold's work laid foundation for the important 20th century critics like T.S. Eliot, Harold Bloom and Cleanth Brooks. He is the son of a headmaster, and he gained Newdigate Prize for Poetry from Balliol College and began his career as a school inspector from there. Arnold was an elected professor of poetry at Oxford in 1857. Arnold is very famous for his moralistic tone and literary judgments. And as we have already mentioned, Arnold is fundamentally concerned with
poetry's high destiny. Arnold was greatly influenced by Goethe. Goethe എന്ന് നമ്മൾ പ്രൊനൗൺസ് ചെയ്യാറുണ്ട് GOETHE, Goethe എന്നാണ് അദ്ദേഹത്തിനെ വിളിക്കുന്നത്. Arnold married Frances Lucy Whitman, and he also served as the private secretary to the elderly Whig statesman Lord Lansdowne. Now moving on to the important works of Matthew Arnold. Poems include The Strayed Reveller and Other Poems, published in 1849. This is the first poetry collection by Matthew Arnold, The Strayed Reveller and Other Poems. Second, Empedocles on Athena and Other Poems, which was in 1852. Poems, a new edition in 1853. And in this collection, the poem Dowerbeach is included. Poems, a new edition in 1853. Sohrab and Rustam, an episode in 1853. The Scholar Gypsy was published in 1853. And his elegy on the death of Haklog, who died in 1861, named Thyrsis, 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 which came out in 1866. Then next work is, by Matthew Arnold is actually a lecture given by Arnold to the university students in 1860. 1860 കൊടുത്തതാണ്, 60 കൊടുത്ത ലെക്ചറാണ്. ഇത് പബ്ലിഷ് ചെയ്തത് ഓൺ ട്രാൻസ്ലേറ്റിംഗ് ഹോമർ എന്ന പേരിലാണ് 1861. അപ്പോൾ ശ്രദ്ധിക്കുക, അത് പബ്ലിഷ് ചെയ്തത് 1861. അത് 1860 യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസിന് എർണോൾഡ് കൊടുത്തിട്ടുള്ള ഒരു ലെക്ചറിൻ്റെ സീരീസാണ്. ഓൺ ട്രാൻസ്ലേറ്റിംഗ് ഹോമർ എന്നാണ് അതിൻ്റെ പേര്. ഇതിന് അദ്ദേഹത്തിൻ്റെ എസ്സേസ് ആണ് നമ്മൾ നോക്കുന്നത്. കൾച്ചർ ആൻഡ് അനാർക്കി, വിച്ച് കെയിം ഔട്ട് ഇൻ 1869. This was an essay in political and social criticism, and it's subtitled An Essay in Political and Social Criticism. Then Essays in Criticism, first series, came out in 1865. Essays in Criticism, second series, came out in 1888. Literature and Dogma, which is a religious criticism, and it came out in 1873. Merope is a tragedy, and this is the only drama written by Matthew Arnold, came out in 1858. Merope, MEROPE, Merope. So these are the important works written by Matthew Arnold. Now let's move on to the essay, The Study of Poetry. So according to Arnold, the purpose of literary criticism. എന്തിനാണ് ഈ ലിറ്റററി ക്രിറ്റിസിസം എന്ന് എർണോൾഡിൻ്റെ ഒരു വ്യൂ പോയിന്റിൽ നോക്കിക്കഴിഞ്ഞാൽ, the purpose of literary criticism was to know the best that is known and thought in the world, and in its turn making this known to create a current, true and fresh ideas. He is considered as the founder of sociological school of criticism, and Arnold introduced a kind of scientific objectivity through his touchstone method. അപ്പോൾ നമുക്കറിയാം touchstone method is associated with Matthew Arnold. എന്താണ് ഈ touchstone method? ഒരു തരത്തിലുള്ള critical evaluation ആണ്. That is, it includes a kind of comparison and analysis. അർണോൾഡിനെ സംബന്ധിച്ചിടത്തോളം പ്രൈമറി ടൂൾസ് ഓഫ് ക്രിറ്റിസിസം എന്ന് പറയുന്നത് തന്നെ ഈ ഒരു കമ്പാരിസണും അനാലിസിസുമാണ്. അതായത് നമ്മുടെ ഒരു സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ വളരെ ലെജൻഡറി ക്ലാസിക് എന്ന് നമ്മൾ വിളിക്കുന്ന ഒരു വർക്ക് എടുത്തിട്ട് ആ വർക്കുമായിട്ട് അല്ലെങ്കിൽ അതിലെ പ്രത്യേകതകൾ വെച്ചിട്ട് നമ്മുടെ ഈ ഒരു ഏജിലുള്ള ഒരു വർക്കിനെ കമ്പയർ ചെയ്യാം. എന്നിട്ട് അതിൻ്റെ വിമർശനത്തിൻ്റെ കുറേ രീതിയിലൂടെ കടന്നു പോവുക.
ഇത്തരത്തിലുള്ള ഒരു കമ്പാരിസൺ ആൻഡ് അനാലിസിസ് മെത്തേഡാണ് ടച്ച് സ്റ്റോൺ എന്ന് പറയുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. ബിഗിൻ ചെയ്യുന്നത് തന്നെ പോയിട്രിയുടെ കുറേ ക്യാപ്പബിലിറ്റീസ് ഒക്കെ വെച്ചുകൊണ്ടാണ്. അപ്പോൾ ഇദ്ദേഹം ആദ്യം തന്നെ നമ്മൾ പ്ലേറ്റോയിൻ്റെ കോൺസെപ്റ്റിനെ റിജക്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. പ്ലേറ്റോ കുറേ അക്യൂസേഷൻസ് നടത്തിയിട്ടുണ്ടായിരുന്നു അല്ലേ പോയിട്രിക്കെതിരെ. പോയിട്രി ഡബിൾ ഇമിറ്റേഷൻ ആണ്, അങ്ങനെയാണ്, ഏറ്റവും മീനസ്റ്റ് ആയിട്ടുള്ള ആർട്ടാണ്, പോയറ്റ്സ് എല്ലാം ലയേഴ്സ് ആണ്, അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം എർണോൾഡ് ആദ്യം തന്നെ ഇതിനുള്ള മറുപടിയാണ് കൊടുക്കുന്നത്. പോയട്രിയുടേത് ഫ്യൂച്ചർ എന്ന് പറയുന്നത് ഭയങ്കര ഇമ്മാൻസ് ആണ്. പോയട്രിയുടെ പോസിബിലിറ്റീസ് എന്ന് പറയുന്നത് വളരെ വലുതാണ്. സോ പോയട്രി ഈസ് കാപ്പബിൾ ഓഫ് സോ മെനി ഹയർ യൂസസ്. പോയട്രിയുടെ ഒന്നാമത്തെ യൂസ് എന്ന് അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, മാത്യു എർണോൾഡിനെ സംബന്ധിച്ചിടത്തോളം പോയട്രി ഈസ് കാപ്പബിൾ ഓഫ് ഹയർ യൂസസ്. അതിലെ ഫസ്റ്റ് യൂസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിക്കുക. ഫസ്റ്റ് യൂസ് എന്ന് പറയുന്നത് ഹെൽപ്സ് ടു ഇന്റർപ്രറ്റ് ലൈഫ്, and it also helps to console us and to sustain us. Helps to interpret life, helps to console us, and it helps to sustain us. ഇത് മൂന്നുമാണ് പോയിട്രിയുടെ യൂസ് ആയിട്ട് അദ്ദേഹം പറയുന്നത്. ഇത്തരത്തിലുള്ള ഒരു ക്രിറ്റിസിസം നടത്താൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പോയിട്രിക്കേ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ അക്കോർഡിംഗ് ടു മാത്യു എർണോൾഡ് ഇതെല്ലാം ചേർത്ത് വെച്ച് പറയുകയാണെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും, പോയിട്രി ഈസ് ദ ക്രിറ്റിസിസം ഓഫ് ലൈഫ്. നമ്മൾ ഒരു വായനക്കാരൻ എന്ന രീതിയിൽ നമ്മുടെ പരിപാടി എന്താണെന്ന് ചോദിച്ചാൽ, ആസ് റീഡേഴ്സ് വി ഷുഡ് റിക്കഗ്നൈസ് ആൻഡ് ഡിസ്കവർ ദ ഹയസ്റ്റ് ക്വാളിറ്റീസ് വിച്ച് പ്രൊഡ്യൂസ് ദ ബെസ്റ്റ് പോയിന്റ്. ഇനി അദ്ദേഹത്തിന് ടച്ച് സ്റ്റോൺ മെത്തേഡിന് ഒരു ഡെഫിനിഷൻ കൊടുത്ത് ഇങ്ങനെ പറയുകയാണെങ്കിൽ, ടു അസസ് ദ റിലേറ്റീവ് മെറിറ്റ് ഓഫ് എ വർക്ക് ബൈ കമ്പയറിംഗ് ഇറ്റ് വിത്ത് ദ വർക്ക് ഓഫ് ക്ലാസിക്കൽ റൈറ്റേഴ്സ് such as Homer and Dante as well as from Milton and Shakespeare. അങ്ങനെ പറയാൻ കാരണമുണ്ട്. കാരണം മാത്യു എർണോൾഡിൻ്റെ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ട് അദ്ദേഹം കുറേ പേരെ ക്ലാസിക്സ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്, കുറേ പേര് ക്ലാസിക്സ് ആവില്ല എന്ന് പറയുന്നുണ്ട്. അതിനൊക്കെ അദ്ദേഹം ഓരോ ജസ്റ്റിഫിക്കേഷൻസും ഈ എസ്സേയിലൂടെ കൊടുക്കുന്നുണ്ട്. അപ്പം ഈ എസ്സേ എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും എന്താണ് പോയട്രി, ഇദ്ദേഹത്തിൻ്റെ ഒരു കോൺസെപ്റ്റിൽ എങ്ങനെ നമുക്കൊരു പോയട്രീനെ ഇവാലുവേറ്റ് ചെയ്യാം, ആരാണ് ഒരു ശരിയായ പോയറ്റ്, എങ്ങനെ നമുക്കൊരു വർക്കിനെ ജഡ്ജ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ആരാണ് ഒരു ശരിയായ ക്ലാസിക്, എന്താണ് ഈ ക്ലാസിസിസം എന്ന് പറയുന്നത്, ഇങ്ങനെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസിന്റെ ആൻസർ ആണ് ദ സ്റ്റഡി ഓഫ് പോയട്രി എന്ന് പറയുന്ന എസ്സേ. നമുക്ക് നോക്കാം ആരെയൊക്കെയാണ് ഇദ്ദേഹം ക്ലാസിക്സ് ആയിട്ട് തിരിച്ചിട്ടുള്ളത് എന്നൊക്കെ നമുക്ക് ഈ എസ്സേയിലൂടെ മനസ്സിലാക്കിയെടുക്കാം. So we have already mentioned the study of poetry is an example of Victorian compromise. So the essay Study of Poetry was originally published as the introduction to T.H. Ward's W-A-R-D T.H. Ward's anthology The English Poets, which came out in 1880. 1880 വന്നിട്ടുള്ള The English Poets എന്ന് പറയുന്ന വർക്കിന് വേണ്ടിയിട്ട് ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് എഴുതിയതാണ് ദ സ്റ്റഡി ഓഫ് പോയട്രി എന്ന് പറയുന്നത്. സോ ഇറ്റ് അപ്പിയർഡ് ലേറ്റർ ഇൻ എസ്സേസ് ഇൻ ക്രിറ്റിസിസം സെക്കൻഡ് സീരീസ്. 188 വന്നിട്ടുള്ള എസ്സേസ് ഇൻ ക്രിറ്റിസിസം സെക്കൻഡ് സീരീസിലും ഇത് അപ്പിയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു എസ്സേ. സ്റ്റഡി ഓഫ് പോയട്രി എന്ന് പറയുന്ന എസ്സേ പിന്നീട് അപ്പിയർ ചെയ്തത് എസ്സേസ് ഇൻ ക്രിറ്റിസിസം സെക്കൻഡ് സീരീസിലാണ്. മോറോവർ മാത്യു എർണോൾഡ് എന്ത് ചെയ്യുന്നുണ്ട്, മാത്യു എർണോൾഡ് ആസ്ക്സ് ദി ക്രിറ്റിക്സ് ടു ഫോളോ ദ ടച്ച് സ്റ്റോൺ മെത്തേഡ്. And is a comparative method for analyzing the standard of a poem. So അദ്ദേഹത്തിൻ്റെ കോൺസെപ്റ്റ് ഓഫ് ക്ലാസിക്കൽ പോയംസ് എന്താ നമുക്ക് നോക്കാം. ക്ലാസിക്കൽ പോയം എന്ന് പറഞ്ഞാൽ that poem should be able to please us or at all times, irrespective of age, place or taste.
അങ്ങനെയാണെങ്കിൽ നമ്മളെ അങ്ങനെ പ്ലീസ് ചെയ്യാൻ ഒരു വർക്കിന് കഴിയുമെങ്കിൽ ദാറ്റ് ക്യാൻ ബി കൺസിഡേർഡ് ആസ് എ സബ്ലൈം വർക്ക്. അതിനൊരു സബ്ലിമിറ്റി ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ അതൊരു ക്ലാസിക്കൽ പോയമാണ്. ഇനി ശരിയായ ഒരു ഗ്രേറ്റ് പോയറ്റ് ആവണമെങ്കിൽ വാട്ട് വി നീഡ് ടു ഡു ഇസ് വി ഹാവ് ടു ഇമിറ്റേറ്റ് ദ ക്ലാസിക്കൽ റൈറ്റേഴ്സ്. ക്ലാസിക്കൽ റൈറ്റേഴ്സിന് അതുപോലെ കോപ്പി അടിക്കുകയല്ല വേണ്ടത്. അദ്ദേഹം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അവരുടെ വാല്യൂസിന് അല്ലെങ്കിൽ അവരുടെ ഒരു റൈറ്റിംഗ് സ്റ്റൈലിന്, അവരുടെ ഒരു സ്റ്റാൻഡേർഡിന് ഇമ്പോർട്ടൻസ് കൊടുക്കാനാണ്. ആ സ്റ്റാൻഡേർഡ് അതുപോലെ കണ്ടുപിടിക്കാനാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ ഇനി ടച്ച് സ്റ്റോൺ മെത്തേഡിൽ എന്ത് ചെയ്യുന്നു വെച്ചാൽ നമ്മൾ പറഞ്ഞു വി കമ്പയർ ദ പോയംസ് വിത്ത് ദി ക്ലാസിക്കൽ സബ്ലൈം പോയംസ്. ദെൻ ഡിസൈഡ് ഇഫ് ദ പോയം ഇൻ അവർ ഹാൻഡ് ഈസ് ഓഫ് ഹൈ സ്റ്റാൻഡേർഡ് ഓർ നോട്ട്. അത് അദ്ദേഹത്തിൻ്റെ കോൺസെപ്റ്റ് ഓഫ് ടച്ച് സ്റ്റോൺ മെത്തേഡ്. അത് ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ ഫോർ യു. ഇനി നമുക്ക് നോക്കാനുള്ളത് അദ്ദേഹം 3 എസ്റ്റിമേറ്റുകളെ കുറിച്ച് പറയുന്നുണ്ട്. He talks about 3 ways or estimates by which we can evaluate a poem. എങ്ങനെയൊക്കെ നമുക്കൊരു പോയത്തിനെ ഇവാലുവേറ്റ് ചെയ്യാം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതിൽ 3 എസ്റ്റിമേറ്റുകളാണ് മാത്യു അർണോൾഡ് പറയുന്നത്. ഒന്ന് ഹിസ്റ്ററിക്കൽ എസ്റ്റിമേറ്റ് ആണ്, രണ്ടാമത്തത് എന്ന് പറയുന്നത് പേഴ്സണൽ എസ്റ്റിമേറ്റ് ആണ്, മൂന്നാമത്തത് എന്ന് പറയുന്നത് റിയൽ എസ്റ്റിമേറ്റ് ആണ്. ഇങ്ങനെ 3 വിധത്തിൽ നമുക്കൊരു പോയത്തിനെ ഇവാലുവേറ്റ് ചെയ്യാം എന്ന് പറയുന്നുണ്ട്. എന്തിനാണ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ടു അണ്ടർസ്റ്റാൻഡ് ദ സ്റ്റാൻഡേർഡ് ഓഫ് ദ പോയം അല്ലേ. സോ ഹിസ്റ്ററിക്കൽ എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞാൽ ആ പേരിൽ തന്നെയുണ്ട് അനലൈസിങ് എ പോയം ബേസ്ഡ് ഓൺ ഇറ്റ്സ് ഹിസ്റ്ററിക്കൽ ഇമ്പോർട്ടൻസ്. അതിനെ അദ്ദേഹം സപ്പോർട്ട് ചെയ്യുന്നില്ല. മാത്യു അർണോൾഡിനെ സംബന്ധിച്ചിടത്തോളം ഹിസ്റ്ററിക്കൽ എസ്റ്റിമേറ്റിനെ അദ്ദേഹം സപ്പോർട്ട് ചെയ്യുന്നില്ല. കാരണം നമ്മൾ ഒരിക്കലും അത്തരത്തിലുള്ളൊരു വർക്ക് എടുക്കുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ കണ്ടന്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കില്ല. നമ്മൾ അതിൻ്റെ ഹിസ്റ്ററിക്കൽ ഇമ്പോർട്ടൻസ്, അതായത് ആ വർക്കിൽ ആ കാലഘട്ടത്തിൽ ഈ വർക്ക് എങ്ങനെയായിരുന്നു എന്നുള്ളതേ നമ്മൾ നോക്കുള്ളൂ. അപ്പം നമ്മൾ അതിൻ്റെ ഹിസ്റ്ററിക്കൽ ഇമ്പോർട്ടൻസ് മാത്രം നോക്കിയിട്ട് ആ വർക്കിനെ അങ്ങോട്ട് അനലൈസ് ചെയ്യും. ഒരിക്കലും നമ്മൾ അതിൻ്റെ കണ്ടന്റിന് പ്രാധാന്യം കൊടുക്കുന്നില്ല. അപ്പം ഹിസ്റ്ററിക്കൽ എസ്റ്റിമേറ്റ് ഒരിക്കലും നമ്മൾ നടത്താൻ പാടില്ല എന്നാണ് മാത്യു അർണോൾഡ് പറയുന്നത്. അല്ലെങ്കിൽ ഇവാലുവേറ്റിംഗ് എ വർക്ക് ബേസ്ഡ് ഓൺ മിയർ ഹിസ്റ്ററി ഈസ് നോട്ട് ഫെയർ എന്നുള്ളതാണ് മാത്യു അർണോൾഡ് പറയുന്നത്. ഇനി അടുത്തത് പേഴ്സണൽ എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞാൽ ആ പേരിലുണ്ട് എന്താണ്, അനലൈസിങ് എ വർക്ക് ബേസ്ഡ് ഓൺ പേഴ്സണൽ ടേസ്റ്റ്. അതായത് വളരെ സബ്ജക്റ്റീവ് ആയിട്ടുള്ള ഒരു പോയട്രി ഇവാലുവേഷൻ ആണത്. അതും മാത്യു അർണോൾഡ് സപ്പോർട്ട് ചെയ്യുന്നില്ല. കാരണം ഒരാൾക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഒരു വർക്ക് മോശമാണെന്നും ഒരാൾക്ക് ഇഷ്ടമുള്ളത് കൊണ്ട് ആ വർക്ക് നല്ലതാണെന്നും പറഞ്ഞ് അതിനെ ബയാസ്ഡ് ആക്കുന്നതിൽ അർത്ഥമില്ല. ദെൻ മൂന്നാമതായിട്ട് വരുന്ന റിയൽ എസ്റ്റിമേറ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും മാത്യു അർണോൾഡ് സപ്പോർട്ട് ചെയ്യുന്നത് റിയൽ എസ്റ്റിമേറ്റ് ആണ് ഇൻ ദ ഇവാലുവേഷൻ ഓഫ് പോയട്രി. we should use this real estimate. Real estimate is very much unbiased. This is reading a poem with an open eye. ഒരു ഒബ്ജക്റ്റിവിറ്റിയോട് കൂടിയിട്ട് ഒരു പോയത്തിനെ വായിക്കലാണ്. അതായത് നമ്മൾ ഒരിക്കലും ആ വർക്കിൻ്റെ ചില ഫാൾട്സ് ഉണ്ടെങ്കിൽ, അതായത് നമ്മൾ കുറേ സ്റ്റാൻഡേർഡ്സ് പറയുന്നുണ്ട് ഒരു പോയട്രിനെ ഇവാലുവേറ്റ് ചെയ്യാനുള്ള. അപ്പം ആ സ്റ്റാൻഡേർഡുകളിലൂടെ മാത്രമേ നമ്മൾ കടന്നു പോവുള്ളൂ. ആൻഡ് വി ആർ നോട്ട് ബ്ലൈൻഡ് ടു ദ ഫാൾട്ട് ഓഫ് ദിസ് വർക്ക്സ്. അപ്പോൾ ആ വർക്കിൽ നമ്മുടെ സ്റ്റാൻഡേർഡ്സിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ആ വർക്കിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ നമ്മൾ ആ തെറ്റുകളെ ചിലപ്പോൾ മറ്റ് 2 കാഴ്ചപ്പാടുകളിലാണെങ്കിലും നമ്മൾ കാണാതെ പോകും. പക്ഷെ ഒരു റിയൽ എസ്റ്റിമേറ്റിൽ നമ്മൾ ഒരിക്കലും അതിൻ്റെ തെറ്റുകൾ കാണാതെ പോവില്ല എന്നുള്ളതാണ് പറയുന്നത്. സോ റിയൽ എസ്റ്റിമേറ്റ് വിൽ ഹെൽപ്പ് us to understand the actual worth of a work. വർക്കിൻ്റെ ശരിയായ മൂല്യത്തിലേക്ക് നമ്മളെ എത്തിക്കാൻ what we need to follow is the real estimate എന്നാണ് മാത്യു അർണോൾഡ് പറയുന്നത്. He agrees with Aristotle's concept of poetry. എന്തൊക്കെയാണ് ഈ ഒരു സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. അതായത് അരിസ്റ്റോട്ടിലും പറയുന്നുണ്ട് പോയട്രിക്ക് എന്ത് വേണം, ഹൈ ട്രൂത്ത് വേണം, അല്ലെങ്കിൽ ഹൈ സീരിയസ്നെസ് വേണം, സുപ്പീരിയർ ആയിരിക്കണം അതിൻ്റെ ഡിക്ഷൻ എന്നൊക്കെ. അപ്പോൾ ഇത് തന്നെയാണ് മാത്യു അർണോൾഡും സ്ട്രെസ് ചെയ്യുന്നത്.
ഇത് വെച്ചിട്ടാണ് അദ്ദേഹം ക്ലാസിക് ആണോ നോൺ ക്ലാസിക് ആണോ എന്നൊക്കെ തിരിക്കുന്നതും. നമ്മൾ ഇതുവരെ പറഞ്ഞത് അദ്ദേഹം റിയൽ എസ്റ്റിമേറ്റ് ആണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതുകൂടാതെ അദ്ദേഹത്തിന് ടച്ച് സ്റ്റോൺ മെത്തേഡിനെ കുറിച്ചുമാണ് നമ്മൾ മെൻഷൻ ചെയ്തത്. Then Arnold talks about the French poetry.